നമ്മളെപ്പോൾ നാട്ടിൽ പോകുമ്പോഴും പോകുന്ന റൂട്ടിൽ ഏതെങ്കിലും ഒരു കൺട്രി കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാറുണ്ട്. അപ്പം ഈ വട്ടം ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്തെ പ്ലാൻ ചെയ്തിരുന്നു ഹോങ്കോങ് വിസിറ്റ് ചെയ്യാമെന്ന്. കുറേ പേര് എൻ്റെ അടുത്ത് ഈ ട്രാവലിൻ്റെയും വിസേൻ്റെയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹോങ്കോങ്ങിലേക്ക് ട്രാവൽ ചെയ്യാൻ ശരിക്കും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിസ വേണ്ട, പകരം അവരുടെ വെബ്സൈറ്റിൽ PAR എന്നൊരു ഫോമുണ്ട്. അത് പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഫോമാണ്. അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയാണ് നമുക്ക് 14 ഡേയ്സ് അവിടെ വിസ ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ആ പ്രിൻ്റ് A4 സൈസിൽ തന്നെ എടുക്കാൻ നോക്കുക. അതിൽ കംപ്ലീറ്റ് ഈവൻ ആ ക്ലോസസും ഫുൾ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ഞങ്ങളുടേതിനകത്ത് ഒരു ക്ലോസ് മിസ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളോടത് എയർപോർട്ടിൽ ചെന്ന് ഇമിഗ്രേഷൻ ടൈമിൽ അവർ വീണ്ടും പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞു. ഒരു 2 മണിക്കൂർ ഞങ്ങളുടെ അങ്ങനെ അവിടെ വേസ്റ്റായി. സോ ഈ കാര്യം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജപ്പാൻ എയർലൈൻസ് ത്രൂ ആണ് ഫുൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ഫ്രം കെലോണ ടു ഹോങ്കോങ്. അപ്പം കെലോണ ടു സിയാറ്റൽ, സിയാറ്റൽ ടു ജപ്പാൻ, ജപ്പാൻ ടു ഹോങ്കോങ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് ഇടയ്ക്കൊരു കെലോണ ടു വാൻകൂവർ കൂടി ആഡായി. ബാക്കിയെല്ലാം സെയിം തന്നെയായിരുന്നു.